ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുങ്ങിപ്പോകുന്നത് ശ്രീകൃഷ്ണജയന്തിയുടെ ഘോഷയാത്ര കാണാനാണ്. അപ്പോൾ ഇത് നമ്മുടെ കാശ് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വിഷയമായിരുന്നു ഒരുങ്ങാനായിട്ട്. പിന്നെ ഒരു സൈസിന് ഒരുക്കി എടുത്തുട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത വീട്ടിലെ കുഞ്ഞാണ്. അവളും കൃഷ്ണനായിട്ട്, രാധയായിട്ട് ഒരുങ്ങാതെ കൃഷ്ണനായിട്ട് ഒരുങ്ങി കേട്ടോ. അപ്പം രണ്ടുപേരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ആൾക്കാരെല്ലാം നമ്മൾ റോഡിൽ കുറച്ച് സ്ഥലത്തായിട്ട് ഓരോരുത്തരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഘോഷയാത്ര വരുന്ന നോക്കി. അപ്പോൾ ഞാനും കാശിയും ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിന് അങ്ങോട്ട് പതുക്കെ നടക്കുവാണ്. അമ്പലത്തിന് അവിടെ ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട് കാണാനായിട്ട്. ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. കൃഷ്ണന്മാർക്കും എല്ലാവർക്കും ആടാൻ വേണ്ടിയിട്ട് ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. ഒരു ഉറിയടി ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൃഷ്ണൻ്റെ ഒരു രൂപവും വിളക്ക് കത്തിച്ചവിടെ വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഘോഷയാത്ര വരുന്നത്. അപ്പം പല കരയിൽ നിന്നുള്ള ഘോഷയാത്രയാണ് വരുന്നത്. അപ്പം ഓരോന്നും ഓരോ സമയത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ മൈക്ക് സെറ്റ് കുഞ്ഞവൻ ചേട്ടൻ ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ സൈഡിൽ വന്ന് നിൽക്കുവാണ്. എന്തെങ്കിലും നമുക്ക് പ്രോഗ്രാം ശരിക്കും കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു കരയിൽ നിന്നുള്ളത് വന്നു. കൃഷ്ണന്മാരൊക്കെ ഉറിയടിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഉറിയടി മത്സരം നടന്നുകൊണ്ടിരിക്കുവാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. മുൻ വർഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം ഒരുപാട് ആൾക്കാർ, ഒരുപാട് കുഞ്ഞു കൃഷ്ണന്മാരും രാധമാരും എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. കുഞ്ഞു പിള്ളേരൊക്കെ ഒരുങ്ങി നിൽക്കുന്ന കാണാനായിട്ട്. നമ്മുടെ കാശി ആദ്യം ഒരുങ്ങുന്നില്ലെന്ന് പറഞ്ഞതാണ്. പിന്നെ എല്ലാവരും ഒരുങ്ങുന്ന ഫോട്ടോ ഒക്കെ കണ്ടപ്പോഴത്തേക്കും പുള്ളിക്ക് ഒരുങ്ങണമെന്നൊരു ഇത് തോന്നി. അപ്പോൾ ഉറിയടി നടക്കുവാണ്. കുഞ്ഞു കൃഷ്ണന്മാരെയൊക്കെ എടുത്ത് ഓരോരുത്തരൊക്കെ നിൽപ്പുണ്ട് ഉറിയടിക്ക്. അപ്പോൾ കുറേ പേരൊക്കെ ഫോട്ടോ എടുക്കുന്നു. പിന്നെ നമുക്ക് അവിടെ പായസം കൊടുക്കുന്നുണ്ടായിരുന്നേ. എല്ലാവർക്കും പാൽപ്പായസം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ച് കുടിച്ചു. അപ്പോൾ ഉറിയടി കാണാനായിട്ട് നിൽക്കുവാണ്. അതിന് ശേഷം നമുക്ക് രാധമാരുടെ ഗോപികമാരുടെ ഗോപിക നൃത്തം ഒക്കെ ഉണ്ട്. അപ്പം നല്ല രസമാണ് കേട്ടോ അതൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ രാധയും കൃഷ്ണനും ഒക്കെ രഥത്തിൽ, ഇത് നമ്മുടെ വേറൊരു കരയിൽ നിന്നുള്ളതാണ്. അവിടുന്ന് രഥത്തിൽ വന്നിട്ടുണ്ട്. നാസറും തകിൽ മേളവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രാധമാരും കൃഷ്ണന്മാരും ഒക്കെ രഥത്തെ വന്നിരുന്നു. പതുക്കെ ഇറങ്ങി ഘോഷയാത്ര വന്നു. ഘോഷയാത്ര വന്നിറങ്ങി മുത്തുക്കുടയൊക്കെ ആയിട്ട്. ഇത് നമ്മുടെ കുളത്തൂർ കരയിൽ നിന്ന് വരുന്നതാണ്. അപ്പം ഇതാണ് ലാസ്റ്റായിട്ട് വരുന്ന ഘോഷയാത്ര. അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും വന്നു, നടയ്ക്ക് നേരെ എന്ന് പ്രാർത്ഥിച്ചു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കൊടിയും അതുപോലെ തന്നെ മുത്തുക്കുടയൊക്കെ പിടിച്ച് കൃഷ്ണന്മാരെയൊക്കെ, കുഞ്ഞു കൃഷ്ണന്മാരെയൊക്കെ എടുത്ത് ബാക്കിയുള്ളവരൊക്കെ നടന്ന് നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. പൊന്നുവിൻ്റെ ചീച്ചിപ്പെണ്ണ് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. പൊന്നുവിൻ്റെ ചീച്ചിപ്പെണ്ണ് രാധയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. വണ്ടിയിലിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഗോപിക നൃത്തം തുടങ്ങി. കുഞ്ഞു പിള്ളേരുടേതും കുഞ്ഞു പിള്ളേരുടേതും ഉണ്ടായിരുന്നു, വലിയവരുടേതും ഉണ്ടായിരുന്നു. ഇത് കുഞ്ഞു പിള്ളേരുടെയാണ്. തീരെ കുഞ്ഞു പിള്ളേരുടേതും ഉണ്ട്. അപ്പം എല്ലാവരും നിരന്ന് നിൽക്കുവാണ് നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ എല്ലാം പരിപാടി കാണാനായിട്ട്. ഇത് വേറൊരു സെറ്റ് കുട്ടികളാണ്. പിന്നെ നമ്മളെ ആദ്യം കാണിച്ച കൃഷ്ണനല്ലേ, കൃഷ്ണൻ്റെ ഒരു കുഞ്ഞ് ഡാൻസ് ഉണ്ടായിരുന്നു. കൃഷ്ണൻ്റെ ഒരു രാധയുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അവൾ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. ഡാൻസ് കണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ നമ്മുടെ മുതിർന്ന കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അവരിപ്പം അടുപ്പിച്ച് 2-3 വർഷമായിട്ട് അവർ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമായിരുന്നു ഗോപിക നൃത്തം കാണാനായിട്ട്. അതിനുശേഷം നമ്മുടെ പുന്നൂസ് ഓടക്കുഴലൊക്കെ പിടിച്ച് ഡാൻസ് കളിക്കുകയാണ്. ചേച്ചിമാർ ഡാൻസ് കളിക്കുന്ന കൂട്ടത്തിൽ എനിക്കും കളിക്കണമെന്ന് പറഞ്ഞ് ചേച്ചിമാരുടെ കൂട്ടത്തിൽ പോയി കളിക്കുവാണ് പുന്നൂസ്. ഞാൻ ഓർത്തു അവന് ഭയങ്കര ഇഷ്ടമായി ഇതുപോലെ ഡാൻസ് കളിക്കാനൊക്കെ. അപ്പോൾ ചേച്ചിമാരുടെ കൂട്ടത്തിലൊക്കെ ഡാൻസ് കളിക്കുവാണ് കേട്ടോ. പൊന്നുവിന് ഒരു തുള്ളാൻ കിട്ടിയ ഒരവസരം പാഴാക്കിയില്ല. അപ്പോൾ ഡാൻസ് കളിക്കുവാണ്.
ചേച്ചിമാർ കളിക്കുന്നതിൻ്റെ ഒപ്പത്തിൽ തന്നെ ചേച്ചിമാരെ നിങ്ങൾ കളിക്കുന്ന ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ രീതിയിലാണ് നിന്ന് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ വലിയ കൃഷ്ണൻ നമ്മുടെ കുഞ്ഞു കൃഷ്ണനുമായിട്ട് നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെ വളരെ നല്ലപോലെ പര്യവസാനിച്ചിരിക്കുകയാണ്. അപ്പം ഇനിയും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ വീഡിയോസുമായിട്ട് വരാം. ഓക്കെ, അപ്പം ബൈ, സീ യു.